അമ്മയുടെ സ്വഭാവം. പക്ഷെ അതിനോട് എന്താ പറയാ, ഇപ്പൊ ഞാൻ ജനിച്ചത് ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചെന്നേ ഇല്ലു. നിങ്ങൾ ജനിച്ചത് അമ്മയുടെ വയറ്റിൽ നിന്ന്, എന്നിട്ടും ജനിച്ചു നമ്മളെ അമ്മയുടെ വയറ്റിൽ നിന്ന് അതല്ലെങ്കിൽ ജനിക്കും. ആ അമ്മയുടെ വയറ്റിൽ നിന്ന് വേറെ വയറ്റിൽ നിന്ന് ജനിക്കും. പക്ഷെ അത് വെറുതെയാ പറയുന്നത്. നമ്മളെ ലക്ഷ്യം അതൊന്നുമല്ല. അപ്പൊ വിവേകാനന്ദൻ എന്ന് പറഞ്ഞ ആള് അവരെ മറ്റുള്ളവരെല്ലാം തന്നെ ഭയങ്കര സന്യാസി മറ്റെല്ലാവരും ഉണ്ട്, ആവണ്ടേ. ശങ്കരാചാര്യന്റെ അവരാവണ്ടേ, അതൊന്നല്ല. ഓരോ മനുഷ്യ ജന്മം ഓരോ ലക്ഷ്യത്തിനാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നത്. അത് ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കുന്നേ ഇല്ലു, അത്രേ ഇല്ലു. അത് വെറുതെ പറയുന്നത്. പാരമ്പര്യമുണ്ട്, മറ്റേതുണ്ട്. പിന്നെ ഇതെല്ലാം പാരമ്പര്യമായിട്ട് ഇവരിങ്ങനെ ഈ സൊസൈറ്റിയുടെ ഇതാണ് പാരമ്പര്യം, അങ്ങനെ ബന്ധം ഇങ്ങനെ ആക്കി തീർത്തു. അല്ലെങ്കിൽ ഇതിന് ബലി ഉണ്ടാവില്ല. അതതിന്റെ സത്യം. നിങ്ങൾ ഏത് മനുഷ്യനും ഏറ്റവും കൂടുതൽ നമുക്ക് ദേഷ്യം വരുന്നത് എപ്പോഴും വെച്ചാൽ എൻ്റെ ഇത്രയും ഒരു 50 കൊല്ലത്ത് 65 വയസ്സായെങ്കിലും 15 കൊല്ലം വിടാം. അതിനുശേഷം എൻ്റെ ജീവിതം 50 കൊല്ലത്ത് ഞാൻ വീക്ഷിച്ച് വന്നതിൽ നമ്മുടെ സ്വാഭിമാനമില്ലേ, ഞാൻ എന്നുള്ള ഒരു സ്വാഭിമാനം, ഞാൻ എന്ന് പറയുന്നു അഹം. അപ്പൊ അതിൽ എവിടെയെങ്കിലും കോട്ടം വരുമ്പോ ആണ് നമ്മൾ അറിയാത്തത്. അങ്ങനെ തോന്നിയാൽ പിന്നെ പോയി അടുത്തേക്ക്. ഞാൻ ഇപ്പൊ നിങ്ങൾ തന്നെ എന്ത് ചീത്ത പറഞ്ഞു, ചന്ദ്രേട്ടൻ പണ്ട് ചീത്ത പറയുന്നുണ്ടെങ്കിൽ ചന്ദ്രേട്ടന്റെ പ്രശ്നമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തന്നെയാണ് ആ തിരിച്ചറിവില്ലെങ്കിൽ കുറച്ച് കാര്യമുണ്ടാകും. തിരിച്ചറിവ്. എന്നെ കുറിച്ച് നിങ്ങളോട് നിങ്ങൾ എന്നോട് അത് അയാൾ എന്നോടുള്ള കാഴ്ചപ്പാടല്ലേ, ഞാൻ എന്ത് ചെയ്യേണ്ടത്? പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ ഞാൻ ബസ്സിൽ പോകുമ്പോൾ ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനോട് എങ്ങനെ ഇരിക്കുന്ന, എന്താണ് എങ്ങനെ ഇരിക്കുന്ന എന്തെങ്കിലും ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും മേഖല ചെയ്തിട്ട് ഞാൻ എൻ്റെ പാട്ടിലിരിക്കും. എന്തിനോ താൻ എങ്ങനെ ഇരിക്കണം, ഒരു ദേഷ്യം മുഖം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ താഴെ അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവൻ പറയുമ്പോൾ നമുക്ക് തന്ന ഒരു സാമാന്യ ബുദ്ധി, ബ്രെയിൻ ഉടനെ അങ്ങനെ വർക്ക് ചെയ്യും. ഇവന് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവൻ എന്തിനെന്ന് എന്നെ തെറി വിളിക്കുന്ന. അപ്പോൾ നമ്മൾ തിരിച്ച് അവനെ ഡിഫെൻഡ് ചെയ്യും ആ ഒരു വാക്കിൽ. അവിടെ കൂടി അങ്ങനെയാണ് അത് പോകുന്നത്. ഇതുപോലെയാണ് ജീവിതത്തിൽ. വൈഫായാലും എൻ്റെ വൈഫിൻ്റെ ഏറ്റവും കൂടുതൽ കാര്യം ആവശ്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഒരു ഇത് ചെയ്യും, എന്നെ ഇൻസൾട്ട് ചെയ്യും. ആ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അതിലെനിക്കൊരു ദേഷ്യം വരും, പിന്നെ ആർഗ്യുമെൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെ എപ്പോഴും ദൈവം എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നു, നീ അവളുടെ അടുത്ത് നിൽക്കണ്ട. അവൾ വളരെ ക്രൂരമായിട്ടൊക്കെ എൻ്റെ അടുത്ത് പല ഇൻസിഡൻസിലും ബിഹേവ് ചെയ്തു. പക്ഷെ ഇന്നും ഞാൻ അവളും ഭാര്യയും ഭർത്താവായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഇൻസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊണ്ടുവച്ച് ഞാൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം ഞാൻ ക്വാളിഫിക്കേഷനിലോ വിദ്യാഭ്യാസത്തിലോ ഇല്ല സമ്പത്തിലോ അവളെക്കാളും ദൈവം എന്നെ ഒട്ടും കുറയ്ക്കാതെ തന്നെ നിർത്തുന്നത്. അവളെക്കാളും ഒരു പൊടി മുകളിൽ എന്നെ നിർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും അവൾ എന്നെ ചവിട്ടി ആ ഇൻസൾട്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പറഞ്ഞ് നമ്മളത് അവളുടെ സ്വാഭിമാനമാണത്. അത് ഞാൻ ഭക്ഷണം അന്നം കഴിക്കാൻ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് കുടിച്ചിട്ടോ ഇല്ല ഭയങ്കര തെറ്റ് ചെയ്തിട്ടാണ് അതാണ് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളത് പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്രയ്ക്ക് ഞാൻ അരി വാങ്ങിച്ചു വെച്ച് ഭക്ഷണങ്ങൾ സാധനം ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ വാങ്ങിച്ച് കൊടുത്ത് പോയിട്ട് ഞാൻ തിരിച്ച് വരുന്ന കൈ കഴുകി അവിടെ ഇരിക്കും, ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴാണ് പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇതുപോലെ നിരവധി കാര്യം. പക്ഷേ ഇന്ന് വരെ അതൊക്കെ ആണെങ്കിലും ആ ഡൈവേഴ്സിലേക്ക് ഞാനിപ്പോൾ 35 കൊല്ലമായി അവളായിട്ട്, 35 കൊല്ലമായി. ഒരു ഡൈവേഴ്സും ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ ജീവിതം യാത്ര ചെയ്യുന്നു. ഞാൻ വളരെ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഭർത്താവായിട്ട് ഞാൻ ആ രീതിയിൽ ഉത്തരവാദിത്തങ്ങളോ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ അവളുമായിട്ട് ഒരിക്കലും ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം വളരെ അപൂർവത്തിലേക്ക് പോയിട്ടുള്ളൂ. കുറച്ച് നേരം, പിന്നെ അത് ഇതാവും. അപ്പോൾ എനിക്ക് ദൈവം തന്നെ ഇവിടെ ഒരു വീട് തന്നു. എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് വിളി ഇറങ്ങിപ്പോ നീ എന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. എൻ്റെ വെളിയിൽ കതവ് അടച്ചിട്ടുണ്ട് പുറത്തിട്ടിട്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴും ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ദൈവം തന്നതായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കത്തിച്ച് കളഞ്ഞാൽ എനിക്ക് ഏത് വീടും ഇല്ല. ഇതെല്ലാം നമ്മളെല്ലാം ബിനാമിയാണ്. ഒരു വീട്ടിൻ്റെ നമ്മളൊരു കാവൽക്കാരനാണ് ദൈവം തന്നത്, അങ്ങനെയല്ലേ? അപ്പം ഞാൻ മദ്രാസിലൊരു വീട് അമ്മയുണ്ട്, അവിടെ ഇരിപ്പുണ്ട്, അവിടെ പോയി എനിക്ക് താമസിക്കാം, ഇവിടെ വീട്. അപ്പം അത് കഴിഞ്ഞാണ് എനിക്ക് ദൈവം ഇവിടെ ഒരു വീട് തന്നത്. ഈ ആണൂരിൽ ഞാൻ വീട് വാങ്ങിക്കുന്നത് ഇവളങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് എന്തോ എനിക്ക് ഈ ശക്തിയുടെ ഞാൻ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് എനിക്ക്. നിങ്ങളും നിങ്ങൾക്ക് അനുഗ്രഹമുള്ള തന്നെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റും, അനുഭവങ്ങൾ അല്ലേ?
ഞാൻ അങ്ങനെ ദൈവം എന്നെ 2 കൈ കൊണ്ട് ഇങ്ങനെ വാരി എടുത്ത് വെച്ചിരിക്കുക, എന്നെ നിലത്ത് വെച്ചിട്ടില്ല. എൻ്റെ വിശ്വാസം ഞാൻ ദൈവത്തിൻ്റെ ഒരു പൊന്നുമോനാണ്. ഞാൻ കരയാൻ താഴെ വയ്ക്കൂല്ലോ, ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് മുമ്പിൽ. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ ഞാനൊരു മനസ്സൊരുക്കായി ചിന്തിക്കാം. പക്ഷെ ആ ലെവലിൽ ചിന്തിക്കുന്നവർക്ക് സത്യമാണെന്ന് മനസ്സിലാവും. സാധാരണ ഈ മായയിൽ കുടിക്കുന്ന ഗൃഹസ്ഥനാണെങ്കിൽ അവർക്ക് ഒരിക്കലും അത് മനസ്സിലാവില്ല. ഞാൻ പറയുമ്പോൾ അവൻ എന്തോ ഭ്രാന്ത്, എന്ത് ദൈവം, എന്ത് മടിയിൽ, എന്ത് പൊന്നുമോൻ എന്നൊക്കെ ചിന്തിക്കും. അറിയണവനെ അറിയില്ല. ഈ ഉത്തരം നക്ഷത്രം ഭയങ്കരമാണല്ലേ? അങ്ങനെയൊന്നുമില്ല. എൻ്റെ കക്ഷി സ്നേഹിച്ചുള്ളത് ഉത്തരം നക്ഷത്രം. ഉത്തരം നക്ഷത്രം അങ്ങനെയൊന്നുമില്ല. സംസ്കാരം അവരും കഴിച്ചിട്ടില്ല, നിങ്ങൾ കൊണ്ടുവരുന്ന ഗുരു അവരും കഴിച്ചിട്ടില്ല. എന്നിട്ട് ഗുരു പറയുന്ന ഒരു 3 കാര്യമുണ്ട്. ഞാനോ നിങ്ങളോ എല്ലാം കൊണ്ടുവന്ന കാര്യം. ഒന്ന് ഈ പ്രാണൻ, ഒന്ന് കർമ്മം, ഒന്ന് സംസ്കാരം. ഈ പ്രാണനും ഈ കർമ്മത്തിനെയും നമുക്കൊന്നും അനക്കാൻ പോലും പറ്റില്ല. അവൻ അവിടെ തന്നെ അതുപോലെ തന്നെ നിൽക്കും. കർമ്മം നമ്മൾ നേരിട്ടേ പറ്റും. 3ാമത്തെ ഒരു സാധനമുണ്ട്, സംസ്കാരം. ഞാൻ കുറേ കള്ളം പറയുന്നു, കുറേ തെറ്റുകൾ ചെയ്യുന്നു. ഇതെൻ്റെ ബുദ്ധി കൊണ്ട് തിരുത്തി നല്ല കർമ്മങ്ങൾ ചെയ്യാം. അപ്പം ഇത് നിനക്ക് അടുത്ത ജന്മത്തിലേക്ക് നല്ല കർമ്മങ്ങളിലേക്ക് പോകാനുള്ള ഒരു വലിയൊരു സാഹചര്യമാണ്. അതുകൊണ്ട് നാളോ പേരോ ഊരോ അല്ല നീ ചിന്തിക്കേണ്ടത്. ഇവർ പറയുന്നത് നിന്റെ സംസ്കാരം മാറ്റും, ടെപ്പന മാറ്റും. കുടിക്കുന്നു, നീ ചെയ്യുന്നത് തെറ്റാണ്, മാറ്. തെറ്റാണെന്ന് മനസ്സിൽ പെട്ടെന്ന് മാറ്. നീ പറയുന്ന കളവാണ്, പെട്ടെന്ന് മാറ്. നീ ഓരോരുത്തരെ ദ്രോഹിക്കുന്നു, നിനങ്ങനെ അസൂയപ്പെടുന്നു, ഇതെല്ലാം മാറ്റാൻ നിന്നെ കൊണ്ട് ശരിയല്ലേ ഇവർ പറയുന്നത്? ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാനിപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ട് വരുന്നത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ മായയിൽ നമുക്ക് താൽക്കാലികമാണ്. പല സുഖങ്ങളിലും നമ്മൾ ലയിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ 10-50 കൊല്ലമായിട്ട് ഈ സുഖങ്ങൾ ഞാൻ കണ്ടിരിക്കുകയാണ്. ആ സുഖം താൽക്കാലികമാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ സുഖത്തിൽ ഞാൻ കയറിപ്പോവുകയാണ് കുറേ വർഷങ്ങളായിട്ട്. അതിന്ന് പുറത്തോട്ട് വരാൻ ചില കാര്യങ്ങളിൽ നിന്ന് എനിക്ക് പുറത്ത് വരാൻ പറ്റിയിട്ടില്ല. അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലല്ല, ഒരു പ്ലഷറിൽ അങ്ങനെ പോകുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടോ അല്ലേ? ബോറടിക്കുന്ന സമയത്ത് പല കാര്യങ്ങളുണ്ടാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് വിലപ്പെട്ട സമയം തന്നതിൽ നന്ദി. അല്ല, നിങ്ങൾ തീർച്ചയായും. എൻ്റെ പേര് അനിൽകുമാർ. എന്നാലും നിങ്ങൾ തീരുമാനിച്ചിട്ട് ഷാജി കാടങ്കോട്. ഓക്കെ. അപ്പോൾ തീരുമാനിച്ചിട്ട് 31 തട്ടിയെത്തന്നെ വിളിയോളാം. 31